ടിപ്സി ട്രിക്സ് മീഡിയയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. സെപ്റ്റംബർ 14 നാഷണൽ ഹിന്ദി ഡേ, ദേശീയ ഹിന്ദി ദിനം. അതുമായി ബന്ധപ്പെട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ദേശീയ ഹിന്ദി ദിനം എന്നാണ് സെപ്റ്റംബർ 14. നമ്മളത് മുന്നേ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞു. ഹിന്ദി ഇന്ത്യയുടെ ഭരണഭാഷയെ തീരുമാനിച്ച ദിവസം കൂടിയാണ് സെപ്റ്റംബർ 14. 1949 സെപ്റ്റംബർ 14 ഹിന്ദി ഇന്ത്യയുടെ ഭരണഭാഷയായി തീരുമാനിച്ചത്. ലോക ഹിന്ദി ദിനം എന്നാണ് ജനുവരി 10 ലോക ഹിന്ദി ദിനം. ഇന്ത്യയുടെ ദേശീയ ഭാഷയാണ് ഹിന്ദി എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഹിന്ദി എന്ന വാക്ക് ഏത് ഭാഷയിൽ നിന്നും ഉണ്ടായതാണ്? പേർഷ്യൻ ഭാഷയിൽ നിന്നാണ് ഹിന്ദി എന്ന വാക്കുണ്ടായത്. ഹിന്ദി എന്ന വാക്കിനർത്ഥം സിന്ധു നദീ പ്രദേശം എന്നാണ്. ഹിന്ദി എന്ന വാക്കിനർത്ഥം. ഹിന്ദി സാഹിത്യത്തിലെ ചന്ദ്രൻ എന്നറിയപ്പെടുന്നത് തുളസീദാസ്. ദക്ഷിണ ഭാരത ഹിന്ദി പ്രചാര സഭയുടെ ആസ്ഥാനം മദ്രാസാണ്. ഹിന്ദി സാഹിത്യത്തിലെ ആദ്യ കവിത സിന്ധ് സർഫയാണ്. ഹിന്ദി സാഹിത്യത്തിലെ ആദ്യ കവിത. ഹിന്ദിയിലെ ആദ്യ പത്രം ഉദ്ധന്ത മാർത്താണ്ഡാണ് ഹിന്ദിയിലെ ആദ്യ പത്രം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷയാണ് ഹിന്ദി. ഇന്ത്യയിൽ ഏറ്റവും വ്യാപകമായി സംസാരിക്കുന്ന ദ്രാവിഡ ഭാഷ ചോദിച്ചു കഴിഞ്ഞാൽ അത് തെലുങ്കാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ദ്രാവിഡ ഭാഷ തെലുങ്കാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന രണ്ടാമത്തെ ഭാഷ ബംഗാളിയാണ്. ഹിന്ദി ഏത് ലിപിയിലാണ് എഴുതുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദേവനാഗരി ലിപിയിലാണ് ഹിന്ദി എഴുതുന്നത്. ആരുടെ ജന്മദിനമാണ് ഹിന്ദി ദിനമായി ആചരിക്കുന്നത്? ബോഹാര രാജേന്ദ്ര സിംഹയുടെ ജന്മദിനമാണ് ഹിന്ദി ദിനമായി ആചരിക്കുന്നത്. ഹിന്ദിയിലെ ആദ്യ മഹാകാവ്യം പൃഥ്വിരാജ് റാസോ ആണ് ഹിന്ദിയിലെ ആദ്യ മഹാകാവ്യം. ആദ്യത്തെ വിശ്വ ഹിന്ദി സമ്മേളനം നടന്നത് 1975 ജനുവരി 10. 1975 ജനുവരി 10 ആദ്യ വിശ്വ ഹിന്ദി സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് ഇന്ദിരാഗാന്ധി ആയിരുന്നു. ലോക ഹിന്ദി സെക്രട്ടേറിയറ്റ് സ്ഥിതി ചെയ്യുന്നത് മൗറീഷ്യസിലാണ് ലോക ഹിന്ദി സെക്രട്ടേറിയറ്റ് സ്ഥിതി ചെയ്യുന്നത്. ആദ്യമായി ജ്ഞാനപീഠം നേടിയ ഹിന്ദി സാഹിത്യകാരൻ സുമിത്രാനന്ദ് പന്താണ് ആദ്യ ജ്ഞാനപീഠം നേടിയ ഹിന്ദി സാഹിത്യകാരൻ. ഹിന്ദിയിലെ ആദ്യ കവി സർഹബിയാണ് ഹിന്ദിയിലെ ആദ്യ കവി. കവയിത്രി മീരാഭായ്. ഹിന്ദിയിലെ ആദ്യ കവയിത്രിയാണ് മീരാഭായ്. ഹിന്ദി കവിതയുടെ നൈറ്റിംഗേൽ എന്നറിയപ്പെടുന്നത് മീരാഭായിയാണ് ഹിന്ദി കവിയുടെ നൈറ്റിംഗേൽ എന്നറിയപ്പെടുന്നത്. ഭാഷയെക്കുറിച്ചുള്ള പഠനം ഫിലോളജി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഹിന്ദി ഗദ്യത്തിൻ്റെ സ്ഥാപകൻ ആചാര്യ മഹാവീർ പ്രസാദ് ദ്വിവേദിയാണ് ഹിന്ദി ഗദ്യത്തിൻ്റെ സ്ഥാപകൻ. ഹിന്ദിയിലെ ആദ്യത്തെ ബാലസാഹിത്യകാരൻ ശ്രീധർ പാങ്കാണ് ഹിന്ദിയിലെ ആദ്യത്തെ ബാലസാഹിത്യകാരൻ. രാജ്യത്തിൻ്റെ ഏകതയ്ക്ക് ഹിന്ദി അനിവാര്യമാണ്. ആരുടെ വാക്കുകളാണ്? രാജാറാം മോഹൻ റോയുടെ വാക്കുകളാണ് രാജ്യത്തിൻ്റെ ഏകതയ്ക്ക് ഹിന്ദി അനിവാര്യമാണ് എന്നത്. ഹിന്ദിയിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം എഴുതിയത് നവീൻ ചന്ദ്ര റായ്. ഹിന്ദിയിലെ ആദ്യത്തെ ചെറുകഥ ഇന്ദുമതി. ഹിന്ദിയിലെ ആധുനിക കവിത എന്നറിയപ്പെടുന്നത് സ്വപ്നയാണ്. ഹിന്ദിയുടെ ആദ്യ പ്രചാരകൻ ഗൗരിദത്താണ്. ഹിന്ദിയിലെ ആദ്യത്തെ പ്രചാരകൻ എന്നറിയപ്പെടുന്നത് ഗൗരിദത്ത്. രാഷ്ട്രകവി എന്ന പേരിൽ അറിയപ്പെടുന്ന ഹിന്ദി കവിയാണ് മൈഥിലി ശരൺ ഗുപ്ത. ഹിന്ദിയിൽ ആദ്യമായി ഐക്യരാഷ്ട്രസഭയിൽ പ്രസംഗിച്ച വ്യക്തിയാണ് അടൽ ബിഹാരി വാജ്പേയി ആണ് ഹിന്ദിയിൽ ആദ്യമായി ഐക്യരാഷ്ട്രസഭയിൽ പ്രസംഗിച്ചത്. ഹിന്ദിയിലെ ആദ്യ ചലച്ചിത്രമാണ് രാജ ഹരിശ്ചന്ദ്ര. എത്ര ശതമാനം പേരാണ് ലോക ജനസംഖ്യയിൽ ഹിന്ദി സംസാരിക്കുന്നത്? 6.02%, 6.02%. രാമചരിത്ര മാനസ് എന്ന കൃതിയുടെ രചയിതാവ് തുളസീദാസാണ്. രാമചരിതമാനസ് എഴുതിയത് തുളസീദാസ്. ഇന്ന് കൂടുതലായി ഉപയോഗിക്കുന്ന ഹിന്ദി ഭാഷയുടെ ഉപഭാഷ ഗഡ്ഡി ബോലി ഹിന്ദിയാണ് ഇന്ന് കൂടുതലായി ഉപയോഗിക്കുന്ന ഹിന്ദി ഭാഷയുടെ ഉപഭാഷ. ഹിന്ദി ഭാഷയിലെ ആദ്യ ഗ്രന്ഥാവലിയാണ് ഭാരതേന്ദു ഗ്രന്ഥാവലി. ഹിന്ദിയിലെ ആദ്യ മാഗസിൻ സംവാദ് കൗമുദി. ഹിന്ദിയിലെ ആദ്യ ഗാനരചയിതാവ്
ആദ്യത്തെ ഹിന്ദി ഗാനരചയിതാവാണ് വിദ്യാപതി. ഒരു ഭാരതീയ ആത്മാവ് എന്നറിയപ്പെടുന്ന സാഹിത്യകാരനാണ് മാഖൻലാൽ ചതുർവേദി. മാഖൻലാൽ ചതുർവേദിയാണ് ഒരു ഭാരതീയ ആത്മാവ് എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ. ഭാരതത്തിലെ എല്ലാ സ്കൂളുകളിലും ഹിന്ദി പഠനം അനിവാര്യമാണ്. ആരുടെ വാക്കുകളാണിത്? ആനി ബസന്റ്. ഭാരതത്തിലെ എല്ലാ സ്കൂളുകളിലും ഹിന്ദി പഠനം അനിവാര്യമാണ് എന്ന് പറയുന്നത് ആനി ബസന്റാണ്. ഗാന്ധിജി ആരംഭിച്ച ന്യൂസ് പേപ്പർ ആണ് നവ്ജീവൻ. ഗാന്ധിജി ആരംഭിച്ച ന്യൂസ് പേപ്പർ ആണ് നവ്ജീവൻ. മഹാത്മാഗാന്ധി അന്താരാഷ്ട്ര വിശ്വവിദ്യാലയം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? വാർധ. വാർധയിലാണ് മഹാത്മാഗാന്ധി അന്താരാഷ്ട്ര വിശ്വവിദ്യാലയം സ്ഥിതി ചെയ്യുന്നത്. പ്രേംചന്ദ് എന്ന തൂലികാ നാമം സ്വീകരിക്കുന്നതിന് മുമ്പ് ധൻപത് റായിയുടെ തൂലികാ നാമം എന്തായിരുന്നു? നവാബ് റായ്. നവാബ് റായ് എന്നായിരുന്നു പ്രേംചന്ദിന്റെ ആദ്യത്തെ തൂലികാ നാമം. പ്രേംചന്ദിന്റെ ജീവചരിത്രം ഏതാണ്? കലം കാ സിപ്പാഹി. കലം കാ സിപ്പാഹിയാണ് പ്രേംചന്ദിന്റെ ജീവചരിത്രം. ഉപന്യാസ സാമ്രാട്ട് എന്നറിയപ്പെടുന്ന ഹിന്ദി സാഹിത്യകാരനാണ് പ്രേംചന്ദ്. ഉപന്യാസ സാമ്രാട്ട് എന്നറിയപ്പെടുന്ന ഹിന്ദി സാഹിത്യകാരൻ. പ്രേംചന്ദിന്റെ ആദ്യ ഹിന്ദി നോവലാണ് സേവാദാസൻ. സേവാദാസൻ ആണ് പ്രേംചന്ദിന്റെ ആദ്യ ഹിന്ദി നോവൽ. കലികാലത്തിലെ വാത്മീകി എന്നറിയപ്പെടുന്ന കവി ആര്? തുളസീദാസ്. തുളസീദാസ് ആണ് കലികാലത്തിലെ വാത്മീകി എന്നറിയപ്പെടുന്ന കവി. ഹിന്ദി സാഹിത്യത്തിലെ അന്ധനായ കവി എന്നറിയപ്പെടുന്നത് സൂർദാസ് ആണ്. ഹിന്ദി സാഹിത്യത്തിലെ അന്ധനായ കവി എന്നറിയപ്പെടുന്നത് സൂർദാസ്. 1967 വരെ ഭരണഘടനയിൽ എത്ര ഔദ്യോഗിക ഭാഷകൾ ആണ് ഉണ്ടായിരുന്നത്? 14 ഭാഷകൾ. 1967 വരെ ഭരണഘടനയിൽ 14 ഭാഷകളാണ് ഉണ്ടായിരുന്നത്. ഇന്ത്യൻ ഭരണഘടന എത്ര ഭാഷകളെ ഔദ്യോഗികമായി ഭാഷയെ അംഗീകരിച്ചിട്ടുള്ളത്? 22 ഭാഷകൾ. ഇന്ത്യൻ ഭരണഘടന 22 ഭാഷകളെ ഔദ്യോഗിക ഭാഷയെ അംഗീകരിച്ചു. ഇന്ത്യയിൽ എത്ര സംസ്ഥാനങ്ങളുടെ ഔദ്യോഗിക ഭാഷയാണ് ഹിന്ദി? 10 സംസ്ഥാനങ്ങളുടെ ഔദ്യോഗിക ഭാഷ. ഇന്ത്യയിൽ 10 സംസ്ഥാനങ്ങളുടെ ഔദ്യോഗിക ഭാഷയാണ് ഹിന്ദി. ബുദ്ധദേവന് ശേഷം ഏറ്റവും വലിയ ലോകനായകൻ എന്ന് ഗ്രിയർസൻ വിശേഷിപ്പിച്ചത് തുളസീദാസിനെയാണ്. ബുദ്ധദേവന് ശേഷം ഏറ്റവും വലിയ ലോകനായകൻ എന്ന് ഗ്രിയർസൻ വിശേഷിപ്പിച്ചത് തുളസീദാസിനെ. ധൂമിൽ എന്ന് അറിയപ്പെട്ടിരുന്ന പ്രസിദ്ധനായ കവി സുധാമ പാണ്ഡെയാണ്. സുധാമ പാണ്ഡെയാണ് ധൂമിൽ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന പ്രസിദ്ധനായ കവി. ഹിന്ദിയിലെ ആദ്യ നോവൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരീക്ഷാ ഗുരു. പരീക്ഷാ ഗുരുവാണ് ഹിന്ദിയിലെ ആദ്യ നോവൽ. നാളെ ചെയ്യേണ്ടത് ഇന്ന് തന്നെ ചെയ്യും, ഇന്ന് ചെയ്യേണ്ടത് ഇപ്പോൾ തന്നെ ചെയ്യും. ഇത് ആരുടെ വാക്കുകളാണ്? കബീർ. കബീറിൻ്റെ പ്രശസ്തമായ വാക്കുകളാണിത്. കബീർദാസിൻ്റെ പ്രസിദ്ധ കവിതാ സമാഹാരമാണ് ബീജക്. കബീർദാസിൻ്റെ പ്രസിദ്ധ കവിതാ സമാഹാരം ബീജക്. ഏത് പേർഷ്യൻ വാക്കിൽ നിന്നാണ് ഹിന്ദി എന്ന പദം ഉണ്ടായത്? ഹിന്ദ്. ഹിന്ദ് എന്ന പേർഷ്യൻ വാക്കിൽ നിന്നാണ് ഹിന്ദി എന്ന പദം ഉണ്ടായത്. ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് ഹിന്ദി ഔദ്യോഗിക ഭാഷയായത്? ആർട്ടിക്കിൾ 343. ആർട്ടിക്കിൾ 343 പ്രകാരമാണ് ഹിന്ദി ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷയായത്.